ഹായ് ഓൾ വെൽക്കം ബാക്ക്. അങ്ങനെ ഞങ്ങൾ ഗാങ്ടോക്കിലെ മാർക്കറ്റ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഗാങ്ടോക്കിലെ ലോക്കൽ ടൂറൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ലോക്കൽ ടാക്സി ബയ്യെ നമുക്ക് പിറ്റേ ദിവസം പറഞ്ഞു, ഇനിയിപ്പം നമുക്ക് പോകേണ്ട സ്ഥലത്തൊന്നും ലോക്കലായിട്ടുള്ളല്ലോ, പുറത്തേക്കുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഷെയറിങ് ടാക്സി അറേഞ്ച് ചെയ്ത് തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഷെയറിങ് ടാക്സിയിൽ അവിടെ പോയി. അങ്ങനെ ഒരു 7 സീറ്റർ വണ്ടിയാണ് കിട്ടിയത് കേട്ടോ. പക്ഷേ അതിനകത്ത് ഒരു 15 പേരെ നിറച്ചിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് പോയത്. ഒരാൾക്ക് 3250 രൂപ വെച്ചിട്ട് പെർ ഹെഡായി. താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. പക്ഷേ ആ വണ്ടിയിലുള്ള യാത്ര എത്ര മണിക്കൂർ ഇരിക്കണേ, ഒരുപാട് സ്ഥലത്ത് പോയി. അതിന് തന്നെ ഇപ്പോൾ ഇത് കാണുന്നത് നിങ്ങൾ 7 സിസ്റ്റേഴ്സാണ്. ദ 7 സിസ്റ്റേഴ്സ് വാട്ടർഫോൾ സിക്കിം എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. ഇതിപ്പോൾ പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കൗതുകം തോന്നിയില്ല. എൻ്റെ കൂടെയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വേറെ ഒന്നുമല്ല, അതിരപ്പള്ളിയിലൊക്കെ പോയിട്ട് ഇത്രയും വലിയ വാട്ടർഫോളൊക്കെ നമുക്കൊന്നും തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ ലാച്ചുങ് ഹൈവേ കൂടിയാണ് പോകുന്നത്. ഗാങ്ടോക്ക് ലാച്ചുങ് ഹൈവേയിലാണ് ഈ 7 സിസ്റ്റേഴ്സ് സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. ഇതും 7 വെള്ളച്ചാട്ടങ്ങൾ ഒരുമിച്ച് നന്നായിട്ട് വരണം കാണുമ്പോൾ നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഏതാണ്ട് 5 കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഗാങ്ടോക്കിൽ ചെന്നിട്ട് നമുക്ക് ഇതുപോലെ ടൂർ പോകുന്ന സമയത്ത് ഷെയറിങ് ടാക്സി എടുക്കുന്ന സമയത്ത് 1-2 ഫാമിലി പരിചയമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ ഷെയറിങ് ടാക്സി എടുക്കണമായിരിക്കും നല്ലത്. നമ്മൾ ഷെയറിങ് ടാക്സി ഒരു പരിചയമില്ലാത്തവരോട് ഷെയർ ചെയ്യുമ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ 2 ഫാമിലി അല്ലെങ്കിൽ 3 ഫാമിലി ഒന്നുമല്ല, അവർക്ക് ഇഷ്ടമുള്ള എത്ര പേരെ കയറ്റാൻ പറ്റുന്ന അത്രയും പേരെ അവർ വണ്ടിയിൽ ഇരുത്തും. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. സഫക്കേഷനായിരുന്നു പോകാനായിട്ട്. അപ്പോൾ അതേ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടെ വന്നവരെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ആൾക്കാരാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം യാങ്താങ് വാലിയും 0 പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ പോകണ വഴിക്ക് ഒരു സുന്ദരി പശു നിൽക്കുന്നുണ്ട്. പുരുകൊക്കെ എഴുതിയ 2 പുരുകം എഴുതി വെച്ച സുന്ദരി പശു. നമ്മൾ പോണ വഴിക്കൊക്കെ പട്ടാളക്യാമ്പും പട്ടാളക്കാരൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അവരെത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെയൊക്കെ സംരക്ഷിക്കണമെന്ന് മനസ്സിലായില്ലേ. പക്ഷേ വീഡിയോ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ 0 പോയിൻറ്റിനെ കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ ഇതൊക്കെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അതിപ്പോൾ അവിടേക്ക് പോണ വഴിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നും. കാരണം നമ്മൾ ഗാങ്ടോക്കിൽ നിന്ന് അകലേന്ന് കണ്ട മഞ്ഞ് പോലെയൊക്കെ കണ്ടിരുന്ന മറ്റേ വീഡിയോയിൽ കണ്ടിരുന്ന മലയിൽ, അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മളിവിടെ എത്തിയേക്കണത്. പീക്കിൽ ഒറ്റത്തായിട്ട് നമ്മളൊരു മഞ്ഞ് പോലെയൊക്കെ വെളുത്ത് കണ്ടിരുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ഭയങ്കര സന്തോഷം തോന്നില്ലേ. അപ്പോൾ മഞ്ഞിൻ്റെയൊക്കെ കണങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. നല്ല പൊടിയും പോകു പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ബുദ്ധിമുട്ട് പുറത്തിറങ്ങിയാൽ നമുക്ക് ശ്വസിക്കാനൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഞങ്ങൾ യാങ്താങ് വാലിയിൽ വന്നിട്ട് കുറച്ച് പേരൊക്കെ ഒരുമിച്ച് നമ്മൾ കൂട്ടത്തിലുള്ളവരൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ അത് കുറച്ച് ഭാഗം കാണിക്കും. പക്ഷേ യാങ്താങ് വാലിയിൽ ഒരു വയലറ്റ് കളർ പൂവുണ്ട്. പക്ഷേ ആ പൂക്കണ സമയമല്ല, ഞങ്ങൾ മെയ് മാസത്തിൽ പോയത്. അതുകൊണ്ട് തന്നെ അവിടെ അധികം പൂക്കളുണ്ടായില്ല. പക്ഷേ ആ പൂക്കണ സമയത്ത് നമ്മൾ നീലക്കുറിഞ്ചി പൂത്ത് കഴിഞ്ഞാൽ ആ സമയത്ത് പോകണ രസമില്ലേ, അതുപോലെ തന്നെ ഒരു പൂക്കളുള്ള താഴ്വരയാണ്, പല ടൈപ്പ് പൂക്കൾ. അപ്പോൾ ആ സമയത്ത് അല്ലാത്തതുകൊണ്ട് തന്നെ ആ വാലി കാണാനേ ഉള്ളൂ. ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തെന്ന് മാത്രം. അപ്പോൾ പ്രശസ്തമായ യാങ്താങ് വാലി ഞങ്ങൾ എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. കാണാൻ രസമാണ്. പക്ഷേ പൂക്കളൊന്നുമില്ല. കണ്ട ഈ താഴ്വരയിലൊക്കെ നിറച്ച് പൂക്കളായിരിക്കും. പക്ഷേ അവിടെ വന്നു എന്നുള്ളൊരു സന്തോഷം നമ്മൾ കാലം തെറ്റി വന്നതിൻ്റെതാണ്. അപ്പോൾ 0 പോയിൻ്റ് അടുത്ത വീഡിയോ.